ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മാത്സ് ക്ലാസ്സിൽ ജോമെട്രിക്കൽ ഷേപ്സുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. വിവിധ ജോമെട്രിക്കൽ ഷേപ്സുകളുടെ ഏരിയ, അതുപോലെ ചുറ്റളവ്, അവ എങ്ങനെയാണ് കാണുക, അവയുടെ ഇക്വേഷൻസ്, അതെല്ലാം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗോളത്തിൻ്റെയും അതുപോലെ തന്നെ അർദ്ധഗോളത്തിൻ്റെയും വോള്യം, വിസ്തീർണം ഇത് കാണാനുള്ള സൂത്രവാക്യമാണ് പഠിക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസുകൾ നോക്കാം. ഗോളത്തിൻ്റെ വോള്യൂം കാണാനുള്ള സൂത്രവാക്യം. വോള്യൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒരു വസ്തുവിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന വെള്ളത്തിൻ്റെ അളവാണ് അതിൻ്റെ വോള്യൂം എന്ന് പറയുന്നത്. നമ്മൾ ഗോളം എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള മൊത്തമായിട്ടുള്ള മെറ്റലുകളുടെ അളവാണ് ഈ വോള്യൂം എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 4/3 πr³ എന്നാണ്. ഇനി ഇതിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണം അതെത്രയാണ്? അത് 4πr² ആണ്. ഗോളത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഇനി അർദ്ധഗോളം എടുക്കുകയാണ്. അർദ്ധഗോളം എന്ന് പറഞ്ഞാൽ ഈ ഗോളത്തിനെ നമ്മൾ പകുതിയാക്കിയിട്ട് മുറിക്കുകയാണ്. അങ്ങനെയുള്ളതാണ് അർദ്ധഗോളം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഗോളമുണ്ട്, അതിനെ നമ്മൾ കട്ട് ചെയ്തിട്ട് പകുതിയാക്കി എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? അർദ്ധഗോളം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വോള്യം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നതാവും ഇതിൻ്റെ നേർപകുതിയാവും, അതായത് 2/3 πr³ ആവും. ഇനി ഇതിൻ്റെ ഏരിയ, കർവ്ഡ് സർഫസ് ഏരിയ, അതാണ് വക്രമുഖ വിസ്തീർണം. കർവ്ഡ് സർഫസ് ഏരിയ എത്രയാവും? അത് വന്നിട്ട് ഇതിൻ്റെ പകുതി, അതായത് 2πr² ആണ്. പിന്നെ ഇവിടെ മേലെ ഒരു ഫേസ് ഉണ്ടല്ലോ, അതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, ഫേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ഫേസ് ഏരിയ എന്ന് പറയുന്നത് πr², നമ്മുടെ വൃത്തത്തിൻ്റെ അതേ ഏരിയയാണ്, ഫേസ് ഏരിയയാണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2πr² + πr², വിച്ച് ഈസ് ഈക്വൽ ടു 3πr² എന്നാക്കും. അപ്പോൾ ഇതാണ് ഗോളത്തിൻ്റെയും അർദ്ധഗോളത്തിൻ്റെയും ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇതുവരെ പഠിച്ചതൊന്ന് ഓടിച്ചു നോക്കാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സുകൾ നോക്കാം. ആദ്യമായിട്ട് സ്ക്വയറിൻ്റെ ചുറ്റളവ് കാണാൻ 4 സൈഡും a ആണ്, അപ്പോൾ 4a ആയിരിക്കും. വിസ്തീർണം എന്ന് പറയുന്നത് 2 സൈഡുകളുടെ a × a ഗുണിക്കുക, അപ്പോൾ a² വരും. അല്ലെങ്കിൽ വിസ്തീർണം കാണാൻ d²/2 എന്ന സൂത്രവാക്യമുണ്ട്. ഇവിടെ d എന്ന് പറയുന്നത് കർണത്തിൻ്റെ അളവാണ്. ഇനി ദീർഘചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2 × a + b ആണ്. എയും ബിയും ഓരോരോ സൈഡുകളാണ്. വിസ്തീർണം = a × b അല്ലെങ്കിൽ d²/2 ആണ്. ഇനി റോംബസിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 4a, വിസ്തീർണം എന്ന് പറയുന്നത് d1 d2/2 ആയിരിക്കും. a കാണാനുള്ള സൂത്രവാക്യം എന്ന് പറയുന്നത് a = ½ √d1² + d2² ആണ്. പാരലലോഗ്രാമിൻ്റെ വിസ്തീർണം കാണാൻ ബേസ് × ആ ബേസിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്, ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുമുള്ള ഏറ്റവും ചെറിയ ഡിസ്റ്റൻസ് ആണ് b × h, വിച്ച് ഈസ് ഈക്വൽ ടു d1 × p1. d1 എന്ന് പറയുന്നത് ഒരു സൈഡിലേക്ക് കർണവും ആ കർണത്തിലേക്ക് വരയ്ക്കുന്ന മറ്റേ കോണിൽ നിന്നും വരയ്ക്കുന്ന ലംബവുമാണ് d1 × p. അവ തമ്മിലുള്ള ഗുണനമാണ് നമുക്ക് വിസ്തീർണമായിട്ട് കിട്ടുക. ഇനി ചുറ്റളവ് എന്ന് പറയുന്നത് 2 × a + b ആണ്. പിന്നെ വിസ്തീർണം കാണാനുള്ള ഒരു സൂത്രവാക്യമാണ് 2 × √s × s - a × s - b × s - c. s = a + b + c/2. ഇനി ട്രയാങ്കിളിൻ്റെ ചുറ്റളവ് കാണാനുള്ള ഇക്വേഷൻസ് ആണ് a + b + c എന്ന് പറയുന്നത്. ട്രയാങ്കിളിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യമാണ് ½ ബേസ് × ആ ബേസിലേക്ക് വരയ്ക്കുന്ന ഓപ്പോസിറ്റ് സൈഡും കോണിൽ നിന്നുള്ള ലംബം എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യമാണ് ½ ബേസ് × ആ ബേസിലേക്ക് വരയ്ക്കുന്ന ഓപ്പോസിറ്റ് കോണിൽ നിന്നുമുള്ള ലംബത്തിൻ്റെ അളവ്. അങ്ങനെയാണ് ട്രയാങ്കിളിൻ്റെ വിസ്തീർണം കാണുക. സാധാരണ ഒരു PSC ക്വസ്റ്റ്യനിൽ
3 വശങ്ങൾ തന്നിട്ട് ഇതിൽ ഏതാണ് ട്രയാങ്കിളിൻ്റെ ഭാഗമാകാൻ പോസിബിൾ ആയിട്ടുള്ള വശങ്ങൾ എന്നുള്ള ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്. അപ്പോൾ ABC എന്നുള്ള 3 വശങ്ങളുള്ള ട്രയാങ്കിൾ തന്നിട്ടുണ്ട് വെച്ചാൽ എന്താണ്, A+B ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ C. ട്രയാങ്കിളിലെ ഏറ്റവും നീളം കൂടിയ വശം അത് എപ്പോഴും മറ്റു 2 ചെറിയ വശങ്ങളുടെ സമ്മുകളുടെ തുകനേക്കാൾ കുറവായിരിക്കണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ 3 വശങ്ങൾ ഒരു ട്രയാങ്കിളിൻ്റെ ഭാഗമാവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 3 വശങ്ങൾ തന്നിട്ട് ഈ 3 വശങ്ങളിൽ ഏതാണ് ഒരു മട്ടത്രികോണത്തിൻ്റെ ഭാഗമാകുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു കണ്ടീഷൻ, ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ C² = A² + B², ഏറ്റവും വലിയ വശത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു 2 വശങ്ങളുടെ സ്ക്വയറുകളുടെ സമ്മായിരിക്കണം. ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ തന്നിരിക്കുന്ന വശങ്ങൾ ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഭാഗമാകും. പിന്നെ ട്രപ്പീസിയത്തിൻ്റെ ചുറ്റളവ് നമ്മൾ കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ വിസ്തീർണവും കണ്ടുപിടിച്ചു. അതിൻ്റെ വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യമാണ് A+B/2 × H എന്ന് പറയുന്നത്. അല്ലെങ്കിലോ വേറൊരു സൂത്രവാക്യം എന്ന് പറയുന്നത് A+B / A - B × √S × S - K × S - C × S - D ആണ്. K = A - B യും S = K + C + D/2 ആണ്. ഇനി വൃത്തത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യമാണ് 2πr. വിസ്തീർണം കാണാനുള്ള സൂത്രവാക്യമാണ് πr². നമുക്കിനി സിലിണ്ടറിൻ്റെയും അതുപോലെ തന്നെ കോണിൻ്റെയും അളവുകൾ നോക്കാം. സിലിണ്ടർ പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു ഷേപ്പാണ്. അപ്പോൾ ഈ ഷേപ്പിൽ മേലെയുള്ള ഫേസ് എന്ന് പറയുന്നത് സർക്കിളാണ്. അപ്പോൾ ഇവിടെയുള്ള വിസ്തീർണം എന്ന് പറയുന്നത് πr² ആണ്. അതുപോലെ തന്നെ താഴെയുള്ള ഷേപ്പും എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് h ആണ് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെള്ളം നിറയ്ക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു സിലിണ്ടറിൻ്റെ ഏതൊരു വസ്തുവിൻ്റെയും വോള്യം എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിലേക്ക് നമുക്ക് നിറയ്ക്കാൻ പറ്റുന്ന വെള്ളത്തിൻ്റെ അളവാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പ്രകാരം ഇവിടെ എന്താ ചെയ്യുക, നമ്മൾ ആദ്യം താഴേക്ക് πr² ഏരിയയിലേക്ക് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുക. അതിനുശേഷം അതിനെ h ഹൈറ്റിലേക്ക് ഇമ്പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വോള്യം എന്ന് പറയുന്നത് എന്താകും, πr² × h. കാരണം πr²ലേക്ക് വെള്ളം വീഴ്ത്തി അതിനെ നമ്മൾ വെള്ളം വീഴ്ത്തി h ഹൈറ്റിലേക്ക് ആ വെള്ളത്തിൻ്റെ ലെവലിനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വോള്യം എന്ന് പറയുന്നത് πr²h. ഇനി കർവ്ഡ് സർഫസ് ഏരിയ. കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പോർഷനെ കട്ട് ചെയ്തിട്ട് നിവർത്തി വയ്ക്കുകയാണ്. ഈ കർവായിട്ടുള്ള അല്ലെങ്കിൽ വക്രമുഖ വിസ്തീർണം. അപ്പോൾ അതിൻ്റെ അളവ് എന്താണ്, നമ്മളിവിടെ ഈ ഹൈറ്റ് h ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു ഒരു സർക്കിളിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് 2πr ആണ്. ഇത് മീൻ ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സർക്കിളിനെ കട്ട് ചെയ്തിട്ട് നിവർത്തി വയ്ക്കുകയാണ് വെച്ചാൽ അതിൻ്റെ ലെങ്ത് 2πr ഉണ്ടാകും എന്നാണ്. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2πr × h ആണ്. ഫേസ് ഏരിയ, 2 ഫേസ് ഉണ്ട്. അപ്പോൾ ഫേസ് ഏരിയ എന്ന് പറയുന്നത് πr² + πr² = 2πr² ആണ്. ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2πr² + 2πr × h ആണ്. അപ്പോൾ നമ്മൾ 2πrനെ വെളിയിലെടുത്താൽ എന്താ r + h എന്നാണ്. നമ്മളിങ്ങനെ ഓർത്ത് വയ്ക്കാൻ നോക്കുക. ഇനി കോണാണ് വെച്ചാൽ വോള്യം എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൻ്റെ വോള്യത്തിൻ്റെ 1/3 ആയിരിക്കും. 1/3 πr²h എടുക്കുക. ഇനി കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രമുഖ വിസ്തീർണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഇവിടെ 0, ഇവിടെ എന്ന് പറയുന്നത് എത്രയാണ് 2r ആണ്.
അപ്പോൾ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 6ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഒരു ഇങ്ങനെയുള്ള ഷേപ്പല്ല ഉണ്ടാവുക. ആ ഒരു ഷേപ്പിൽ അപ്പോൾ എന്താവും പൈ ആർ ഇൻറ്റു എൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയാൽ ഇതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് പൈ ആർ ആയിരിക്കും. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൽ ആയിരിക്കും. അപ്പോൾ കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ ഇൻറ്റു എൽ ആണ്. ഇതിൽ ഒരു ഫേസിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. താഴെയുള്ള ഭാഗത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ ആണ്. അല്ലെങ്കിൽ പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ ഇവിടെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്തു? വോള്യത്തിൻ്റെ ഇക്വേഷൻ എഴുതിയിരുന്നു. അത് തെറ്റാണ്. പക്ഷെ ഞാൻ താഴെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ നോക്കുമ്പോഴായിരുന്നു അത് ശ്രദ്ധിച്ചത്. അപ്പോൾ സിലിണ്ടറിൻ്റെ വോള്യം എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ വെച്ച്, കർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത് 2 പൈ ആർ വെച്ച്, ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 2 പൈ ആർ സ്ക്വയർ പ്ലസ് 2 പൈ ആർ എച്ച് ആണ്. ഫേസ് ഏരിയ എന്ന് പറയുന്നത് 2 പൈ ആർ സ്ക്വയർ ആണ്. ഇവിടെ മാത്രം ഞാൻ ഒന്ന് തെറ്റിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇത് തെറ്റാണ്. ഇവിടെ 2 പൈ ആർ എച്ച് ആണ് എഴുതുക. ഞാൻ താഴെ എഴുതുമ്പോൾ ശ്രദ്ധിച്ചു, ഇവിടെ നോക്കുമ്പോൾ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി എടുത്തത്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കാം. 10 മീറ്റർ വശമായിട്ടുള്ള ഒരു സ്ക്വയർ ആകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ ചുറ്റും പുറത്തായി 3 മീറ്റർ വീതിയിൽ ഒരു നടപ്പാത നിർമ്മിക്കണം. നടപ്പാതയുടെ വിസ്തീർണം എന്ത്? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കാം. 10 മീറ്റർ വശമായിട്ടുള്ള സ്ക്വയർ. അപ്പോൾ 10 മീറ്റർ ഇവിടെയാണ് വെച്ചാൽ ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. സ്ക്വയറിൻ്റെ പ്രത്യേകത അറിയാലോ, എല്ലാ വശവും തുല്യമായിരിക്കും. ഇവിടെയും 10 മീറ്റർ ആയിരിക്കും, ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ക്വയറിൻ്റെ പുറത്തായിട്ട് ഒരു 3 മീറ്റർ വീതിയിൽ എന്ത് ചെയ്യണം? ഒരു നടപ്പാത നിർമ്മിക്കണം. അങ്ങനെയാണ് വെച്ചാൽ ആ നടപ്പാതയുടെ വിസ്തീർണം എന്ത്? അപ്പോൾ നമുക്ക് കാണേണ്ട വിസ്തീർണം എന്ന് പറയുന്നത് ഈ ഏരിയയിലാണ്. ഈ മാർക്ക് ചെയ്ത ഏരിയയുടെ വിസ്തീർണമാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ വലിയ സ്ക്വയറിൽ നിന്നും ഈ ചെറിയ സ്ക്വയർ കമ്മിയാക്കിയാൽ, ഈ വലിയ സ്ക്വയറിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഈ ചെറിയ സ്ക്വയർ കമ്മിയാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് നടപ്പാതയുടെ വിസ്തീർണം കിട്ടും. വലിയ സ്ക്വയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 10 മീറ്റർ ഉണ്ട്, ഇവിടെ 3 മീറ്റർ അകലത്തിലുള്ള നടപ്പാതയുണ്ട്, ഈ ഭാഗത്തും 3 മീറ്റർ അകലത്തിലുള്ള നടപ്പാതയുണ്ട്. അപ്പോൾ 10 പ്ലസ് 3 പ്ലസ് 10 പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 16 വരും. അതുപോലെ തന്നെ ഇവിടെ എത്ര വരിക? ഇവിടെയും 16 വരും. എങ്ങനെ വരിക? ഇവിടത്തെ 3 പ്ലസ് ഇവിടത്തെ 10 പ്ലസ് ഇവിടത്തെ 3, അതായത് 16 വരും. അപ്പോൾ 16 × 16 എത്ര വരും? 16 × 16 ചെയ്യാൻ 6 6 36, സിസ്റ്റം 3, 6 6 12, 12 × 1 12 പ്ലസ് 3 15, സിസ്റ്റം 1, 1 1 1 2 256 വരും. ഇനി ചെറിയ സ്ക്വയറിൻ്റെ വിസ്തീർണമോ? ചെറിയ സ്ക്വയറിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 10 × 10 വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരും? 100 വരും. അപ്പോൾ ടോട്ടൽ നടപ്പാതയുടെ വിസ്തീർണം കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ വലിയ സ്ക്വയറിൽ നിന്നും ഈ ചെറിയ സ്ക്വയർ കമ്മിയാക്കിയാൽ മതി. അതായത് 256 മൈനസ് 100 വിച്ച് ഈസ് ഈക്വൽ ടു 156 വരും. അപ്പോൾ 10 മീറ്റർ വശമായിട്ടുള്ള ഒരു സ്ക്വയർ പൂന്തോട്ടത്തിൻ്റെ നടപ്പാതയിലേക്ക് 3 മീറ്റർ അകലത്തിലുള്ള വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? അത് 156 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. 10 മീറ്റർ വശമായിട്ടുള്ള ഒരു സ്ക്വയർ ആകൃതിയിലുള്ള പൂന്തോട്ടത്തിൻ്റെ അകത്തായി 2 മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മിച്ചു. നടപ്പാതയുടെ വിസ്തീർണം. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? 10 മീറ്റർ നീളവും വീതിയുമുള്ള സ്ക്വയറിനെപ്പോഴും ലെങ്ത്തും അതുപോലെ തന്നെ ഹൈറ്റും സെയിം ആയിരിക്കും. അപ്പോൾ 10 × 10 അതിൻ്റെ അകത്തായിട്ടാണ്. അപ്പോൾ ഈ 2 മീറ്റർ അകത്തായിട്ട് ഒരു നടപ്പാത നിർമ്മിച്ചു. അപ്പോൾ അതിൻ്റെ ആകൃതി എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും. ഇവിടെ 2 മീറ്റർ, ഇവിടെ 2 മീറ്റർ, ഈ ഭാഗത്ത് 2 മീറ്റർ, ഇവിടെയും 2 മീറ്റർ. അപ്പോൾ അതിൻ്റെ നടപ്പാതയുടെ വിസ്തീർണമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമുക്ക് കാണേണ്ടത് ഈ ഏരിയ ആണ്.
അപ്പോൾ നമ്മൾ ഈ മൊത്തം ഏരിയനെ ഈ ഉള്ളിലുള്ള ഏരിയ കൊണ്ട് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് നടപ്പാതയുടെ വിസ്തീർണം കിട്ടും. അപ്പോൾ വലിയ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 10 × 10 100 ഇനി അകത്തുള്ള നടപ്പാത, അകത്തുള്ള സ്ക്വയറിൻ്റെ നീളം എന്ന് പറയുന്നത് ഇത് മൊത്തം 10, ഇവിടുന്ന് 2 കട്ട് ചെയ്തു, ഇവിടുന്ന് 2 കട്ട് ചെയ്തു. അപ്പോൾ 10 - 2 - 2, അതായത് 10 - 4 6. അപ്പോൾ ഈ ലെങ്ത് 6 ആണ്, ഇവിടുത്തെ ലെങ്ത്തും 6 ആണ്. അപ്പം ടോട്ടൽ വിസ്തീർണം എന്ന് പറയുന്നത് 6 × 6 36 ആണ്. അപ്പോൾ നടപ്പാതയുടെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 100 - 36 64 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയറിൻ്റെ വശം പകുതിയാക്കുന്നു, എന്നാൽ അതിൻ്റെ വിസ്തീർണം എത്രയാവും? അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വശം എന്ന് പറയുന്നത് എ എന്ന് എടുക്കുക. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? വിസ്തീർണം a² ആയിരിക്കും. ഇനി സപ്പോസ് വശം പകുതിയാക്കുകയാണ്. അപ്പോൾ എന്താവും? വശം പകുതിയാക്കുമ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഇപ്പോഴുള്ള ലെങ്ത്ത് എന്താവും? a/2 a/2 ആവും. അപ്പോൾ ഏരിയ എന്ന് പറയുന്നത്, ന്യൂ ഏരിയ എന്ന് പറയുന്നത് എന്താവും? a/2 × a/2 a²/4 ആണ്. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എത്ര ആവും? 1/4 ആയിട്ട് ചുരുങ്ങും. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വശം എയിൽ നിന്നും പകുതിയാക്കിയാൽ അതിൻ്റെ വിസ്തീർണം 1/4 ആകും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയറിൻ്റെ വശം ഇരട്ടിയാകുന്നു, എന്നാൽ അതിൻ്റെ വിസ്തീർണം എത്രയാവും? അപ്പോൾ എ എന്നുള്ള ഒരു സ്ക്വയർ, അതിൻ്റെ വിസ്തീർണം എത്ര? a² ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിൻ്റെ വശം ഇരട്ടിയാക്കി. അപ്പോൾ 2a അല്ലെങ്കിൽ 2a ആക്കി. അപ്പോൾ അതിൻ്റെ വിസ്തീർണം എന്താണ്? 2a × 2a = 4a² ആയി. അപ്പോൾ വിസ്തീർണം എത്രയാവും? അതിനേക്കാൾ 4 മടങ്ങ് കൂടും. അപ്പോൾ ഒരു സ്ക്വയറിൻ്റെ വശം ഇരട്ടിയാക്കുമ്പോൾ അതിൻ്റെ വിസ്തീർണം 4 മടങ്ങ് കൂടുകയും ഒരു സ്ക്വയറിൻ്റെ വശം പകുതിയാക്കുമ്പോൾ അതിൻ്റെ വിസ്തീർണം 4/1 ആവുകയും ചെയ്യുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒരു സ്ക്വയറിൻ്റെ വശം 3 ഇരട്ടിയാക്കുന്നു, എന്നാൽ അതിൻ്റെ വിസ്തീർണം എത്രയാകും? അപ്പോൾ ഒരു സ്ക്വയർ a അല്ലെങ്കിൽ a, അപ്പോൾ അതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് a². അതിൻ്റെ 3 മടങ്ങാക്കണം. അപ്പോൾ വശം എന്ന് പറയുന്നത് 3a ആകും. അപ്പോൾ 3a × 3a എത്രയാവും? 9a² ആകും. അപ്പോൾ തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.